ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതി അവസാനിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. പദ്ധതിയുടെ പേരിൽ പണം പിരിച്ചെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പോലീസിന്റെ റിപ്പോർട്ടിന്മേൽ നടുക്കം രേഖപ്പെടുത്തിയ കോടതി നടപടി സ്വീകരിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി മുസ്തബ ചേർന്നു. മുസ്തബ, എന്തെല്ലാമാണ് കോടതി വ്യക്തമാക്കിയത്? തുടർ നടപടിക്ക് സർക്കാർ നിർബന്ധമാവുകയല്ലേ ചെയ്യുന്നത്? 2011 പോലീസിന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ പുണ്യം പൂങ്കാവനം പദ്ധതിക്ക് തുടക്കമാവുന്നത്. നേരത്തെ സന്നിധാനത്തായിരുന്നു, പിന്നീട് അത് പമ്പയിലേക്കും നിലയ്ക്കലിലേക്കും ആ പ്രദേശങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പദ്ധതി വ്യാപിപ്പിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് അതിന് പണം പിരിച്ചതുമായി ബന്ധപ്പെട്ട് അന്നത്തെ കോർഡിനേറ്റർക്കെതിരെ ഒരു പരാതി വരികയും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അക്കാര്യത്തിൽ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് പോലീസിനോട് അന്നത്തെ ADGPയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തത്. ഇപ്പോൾ ആ റിപ്പോർട്ട് ADGP MR അജിത് കുമാർ മുദ്രവെച്ച കവറിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ആ റിപ്പോർട്ടിൽ നടുക്കം രേഖപ്പെടുത്തിയ കോടതിയാണ് ശബരിമലയിലെ ഈ പദ്ധതി, പുണ്യം പൂങ്കാവനം പോലീസിന്റെ പദ്ധതി അവസാനിപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. പദ്ധതിയുടെ പേരിൽ പണം പിരിച്ചെന്ന റിപ്പോർട്ട് ഗൗരവത്തിലാണ് കോടതി എടുത്തിരിക്കുന്നത്. അതനുസരിച്ച് ആ റിപ്പോർട്ടിൽ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. കഴിഞ്ഞ 2 വർഷമായി ഈ ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു.